ഇന്ന് RCB ഡൽഹി മത്സരമാണ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് കളി. 264 റൺസ് ചേസ് ചെയ്ത അതേ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കളി. ഇന്ന് നമുക്കൊരു 300 റൺസ് പ്രതീക്ഷിക്കാം. ഇന്നലത്തെ 2 ലോ സ്കോറിംഗ് മാച്ചുകൾക്ക് ശേഷം ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ഹൈ സ്കോറിംഗ് മാച്ച് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് RCBയുടെ കളി. RCBക്കാണ് ടോസ്. RCB ആണ് ബാറ്റിംഗ് ഫസ്റ്റ് എങ്കിൽ ഒരു 300ൻ്റെ അടുത്ത് റൺസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം RCB അത്രയ്ക്കും ബാറ്റിംഗ് സ്ട്രോങ് ആണ്. RCBയിലുള്ള എല്ലാ കളിക്കാരും നല്ല ഫോമിലുമാണ്. ഫിലിപ്പ് സാൾട്ട് ഇന്നത്തെ കളിയും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ജേക്കബ് ബദലിൻ്റെ ഒരു കത്തിക്കയറിൽ നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കും. ദേവദത്ത് പടിക്കൽ നല്ല ഫോമിലാണ്. പ്രത്യേകിച്ച് ഡൽഹിയുടെ ഒരു പരിക്കിൻ്റെ ഒരു പ്രശ്നം. ലുങ്കി എൻഗിഡി കളിക്കാൻ സാധ്യതയില്ല. കാരണം അവർക്ക് ഏറ്റവും നന്നായിട്ട് എക്കണോമിക്കലി ബോൾ ഉണ്ടാകുന്ന ഒരു ബോളർ ലുങ്കി എൻഗിഡി ആയിരുന്നു. സ്ലോവറും കാര്യങ്ങളൊക്കെ ഈ സ്റ്റേഡിയത്തിൽ സ്ലോവർ എന്തെറിഞ്ഞാലും അടി കിട്ടുന്ന ഒരു സ്റ്റേഡിയമാണ്. കാരണം ചെറിയ ബൗണ്ടറികളാണ്. പിന്നെ ബാറ്റിംഗ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ലുങ്കി എൻഗിഡിയും കൂടിയും ഇല്ലെങ്കിൽ ഡൽഹിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അവസ്ഥ. അപ്പോൾ RCB ജയിക്കാനാണ് 90% സാധ്യത. പക്ഷേ ഡൽഹിയുടെ ഹോമാണ്. ഡൽഹിക്ക് ഒരു തിരിച്ചുവരവ് മത്സരമാണ്. ഡൽഹി ഇന്ന് തോൽവി ഏറ്റുവാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിരിക്കും. അക്സർ പട്ടേൽ വളരെ സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് പേഴ്സണാണ്. സ്ട്രോങ് മെൻറ്റാലിറ്റിയാണ്. ഡൽഹി കോച്ചിങ് പാനൽ അടിപൊളിയാണ്. ഡൽഹിയുടെ സ്കോഡും അടിപൊളിയാണ്. ഡൽഹിക്ക് ശ്രീലങ്കൻ ഓപ്പണർ എന്താണ് അവൻ്റെ പേര്, പതുൻ നിസംഗയുടെ ഒരു ഫോം ഔട്ട് ഭയങ്കര പ്രശ്നമാണ് ഓപ്പണിങ്ങിൽ. കാരണം അത്രയ്ക്കും ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയ വിക്കറ്റിൽ പതുൻ നിസംഗ ഒരു നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കണം. പതുൻ നിസംഗയ്ക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ച് കൊടുക്കാം, പൃഥ്വി ഷാനെ കളിപ്പിക്കാം. പക്ഷേ ഇതുവരെ കളിപ്പിക്കാണ്ട് ഇനി ഒരു ഒറ്റ കളിക്ക് വേണ്ടി പൃഥ്വി ഷാനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ പതുൻ നിസംഗ തന്നെയായിരിക്കും ഓപ്പണിങ് ഇറങ്ങാൻ സാധ്യത. പിന്നെ നിതീഷ് റാന, പിന്നെ സ്റ്റബ്സിനെ കുറച്ചും കൂടി നേരത്തെ അവസരങ്ങൾ കിട്ടണം എന്നെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. സ്റ്റബ്സ് ഭയങ്കര ഒരു ക്വാളിറ്റി പ്ലെയറാണ്. സ്റ്റബ്സ് കളി കൊണ്ടുപോകാനും ഫിനിഷ് ചെയ്യാനും ഒക്കെ അറിയാവുന്ന ഒരു പ്ലെയറാണ്. സ്റ്റബ്സ് സെക്കൻഡ് ഡൗൺ 2 ഡൗണിൽ എന്തായാലും സ്റ്റബ്സ് വരണം. അപ്പോൾ ഡൽഹി ചെയ്യേണ്ട ഒരു കാര്യം അറ്റാക്കിങ്. ആദ്യം തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പവർ പ്ലേ തൊട്ടിട്ട് അങ്ങോട്ട് പെരുമാറണം. ഭുവനേശ്വർ കുമാറും ഹെയ്സൽ വുഡിനും എതിരെ കുറച്ച് പ്രയാസമാണ്. എന്നാലും അങ്ങോട്ട് പെരുമാറണം. എന്തായാലും ഒരു 260+ റൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് RCBയുടെ ഒപ്പം ജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഡൽഹിയും കൂടിയും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളി ഒരു ആവേശമാകും. കാരണം എല്ലാ ടീമുകളും ജയിച്ചൊരു തുല്യ രീതിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം തന്നെ 2 ടീം പുറത്തായി കഴിഞ്ഞാൽ പിന്നീടുള്ള കളികൾ കാണാൻ നമുക്കൊരു രസം ഉണ്ടാവില്ല. ഇന്നത്തെ